ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത്. സോ അതിനു മുമ്പ് പോസ്റ്റ്മാൻ എന്താണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വെബ് ആപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മൊബൈലിലോട്ട് നമ്മൾ API സൈഡ് കണക്ട് ചെയ്യേണ്ടി വരും. സോ അതിനായി നമുക്ക് ഫസ്റ്റ് ടൈമിൽ നമുക്ക് APIs കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോസ്റ്റ്മാൻ ഉപയോഗിക്കാം. സോ അതിനു വേണ്ടിയാണ് കൂടുതലായിട്ടും നമ്മൾ പോസ്റ്റ്മാൻ നമ്മളുടെ ഈ പ്രൊജക്റ്റിൽ ഉപയോഗിക്കുന്നത്. ഒരു API വർക്കിംഗ് കണ്ടീഷൻ ആണോ, എങ്ങനെയാണ് API വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനനുസരിച്ച് റെസ്പോൺസ് വരുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ പോസ്റ്റ്മാൻ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് എങ്ങനെയാണ് ഒരു പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ പോയതിന് ശേഷം പോസ്റ്റ്മാൻ എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് റിസൾട്ട് വരും. ആ റിസൾട്ട് വരുന്നതിൽ ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ട്. സോ ഞാൻ ഒന്നും കൂടി സെർച്ച് ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം പോസ്റ്റ്മാൻ എന്നുള്ളൊരു വെബ്സൈറ്റ് നമുക്ക് ഇതിൽ കാണാം. സോ ഇതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് പോസ്റ്റ്മാൻ എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റ്മാൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡൗൺലോഡ് ദ ആപ്പ് ടു ടാർഗറ്റ് സ്റ്റാർട്ട്, അതായത് വിൻഡോസ് 64 ബിറ്റിനുള്ള പോസ്റ്റ്മാൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റ്മാൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഡൗൺലോഡായി വരും. സോ അതിന് ശേഷം നമുക്ക് എവിടെയാണോ അത് ഡൗൺലോഡ് ആയിട്ടുള്ളത് അവിടെ നിന്നും നമുക്കത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഞാൻ ഇവിടെ നിന്ന് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സോ പോസ്റ്റ്മാൻ റൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാളിങ് പോസ്റ്റ്മാൻ എന്ന് കാണാം. സോ ഇത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ആവും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പോസ്റ്റ്മാൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഈ പോസ്റ്റ്മാൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ API ടെസ്റ്റ് ചെയ്യാനും API പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും നമ്മൾ ഈ പോസ്റ്റ്മാൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ പോസ്റ്റ്മാൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. സോ നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ അക്കൗണ്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാം. സോ ഞാൻ അതിന് മുമ്പ് ലൈറ്റ് വേർഷൻ, അതായത് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന രീതിയിലും നമുക്ക് പോസ്റ്റ്മാൻ വർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഈ പോസ്റ്റ്മാൻ്റെ ക്ലൗഡായിട്ട് ഇത് കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് പോസ്റ്റ്മാൻ. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ന്യൂ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം അതായത് റിക്വസ്റ്റ്, അതായത് അൺടൈറ്റിൽഡ് റിക്വസ്റ്റ് എന്ന് കാണാം. സോ ഇതിനകത്ത് നമുക്ക് കുറേ മെത്തേഡുകൾ കാണാം. ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇത്രയും മെത്തേഡുകളാണ് നമ്മുടെ ഒരു HTTP റിക്വസ്റ്റിൽ നമ്മുടെ APIയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ URL എൻ്റർ ചെയ്തതിന് ശേഷം റിക്വസ്റ്റുകൾ നമ്മൾ ഇവിടെ നൽകിയതിന് ശേഷമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അപ്കമിങ് ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.